അംബാനി സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ധീരുഭായ് അംബാനി 1932 ഗുജറാത്തിലെ ചോർവാഡ് ഗ്രാമത്തിൽ ഒരു സ്കൂൾ അധ്യാപകന്റെ മകനായി ജനിച്ചു. അദ്ദേഹം ദാരിദ്ര്യത്തിൽ നിന്നാണ് വളർന്നു വന്നത്. തുടർന്ന് 17-ാം വയസ്സിൽ അദ്ദേഹം യമനിലെ ഏദൻ തുറമുഖ നഗരത്തിലേക്ക് കുടിയേറി. അവിടെ അദ്ദേഹം ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു. പിന്നീട് ഒരു ട്രേഡിംഗ് കമ്പനിയിൽ ക്ലർക്കായി തീർന്നു. ഈ ജോലികളിലൂടെയാണ് അദ്ദേഹം വ്യാപാരത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി. അതിനുശേഷം 1958 ധീരുഭായ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. തുടർന്ന് മുംബൈയിൽ വെറും 500 രൂപയുടെ മുതൽ മുടക്കിൽ ഒരു ചെറിയ മുറി ഉപയോഗിച്ച് റിലയൻസ് കൊമേഴ്സ്യൽ കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു സുഗന്ധവ്യഞ്ജന വ്യാപാര സ്ഥാപനം തുടങ്ങി. പിന്നീട് അദ്ദേഹം പോളിസ്റ്റർ നൂൽ ഇറക്കുമതി ചെയ്യുകയും സുഗന്ധവ്യഞ്ജനങ്ങൾ യമനിലേക്ക് കയറ്റുമതി ചെയ്യാനും തുടങ്ങി. അതിലൂടെ വളരെ വേഗത്തിൽ വളർന്ന അദ്ദേഹത്തിന്റെ ബിസിനസ് പിന്നീട് സിന്തറ്റിക് തുണിത്തരങ്ങളിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കലായിരുന്നു. ഗുജറാത്തിലെ നരോദയിൽ 1966 റിലയൻസ് ആദ്യത്തെ തുണി നിർമ്മാണ ഫാക്ടറി സ്ഥാപിച്ചു. അതിൽ നിന്ന് ലഭിച്ചിരുന്ന ലാഭത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ നൽകുന്നതിൽ അദ്ദേഹം അതിയായ ശ്രദ്ധ ചെലുത്തി. ഇത് റിലയൻസിനെ വളരെ പെട്ടെന്ന് തന്നെ വളരാനായി സഹായിച്ചു. തന്റെ കച്ചവടം വികസിക്കാനായി റിലയൻസ് ഇൻഡസ്ട്രി 1977 ഓഹരി വിപണിയിലേക്ക് പ്രവേശിച്ചു. ഇതിലൂടെ സാധാരണ നിക്ഷേപക്കാർക്കും റിലയൻസ് ഓഹരികൾ വാങ്ങാനുള്ള അവസരം നൽകി. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. സാധാരണക്കാർക്കും ലഭ്യമായതിനാൽ സാധാരണക്കാരായ നിരവധി ആളുകളാണ് റിലയൻസിന്റെ ഓഹരികൾ വാങ്ങിയത്. പെട്രോ കെമിക്കൽസ്, റിഫൈനിങ് ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകളിലേക്ക് റിലയൻസ് അതിന്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. ധീരുഭായിയുടെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും കാരണം റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ചെറിയ കമ്പനിയിൽ നിന്ന് ഒരു വലിയ വ്യവസായ സ്ഥാപനമായി തന്നെ മാറി. 2022 ധീരുഭായ് അംബാനിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മക്കളായ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും ചേർന്ന് റിലയൻസ് സാമ്രാജ്യം ഏറ്റെടുത്തു. എന്നാൽ ധീരുഭായ് വിൽപ്പത്രം തയ്യാറാക്കാത്തതിനാൽ സഹോദരങ്ങൾക്കിടയിൽ കമ്പനിയുടെ നിയന്ത്രണത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായി. 2005 അവരുടെ അമ്മ കോകില അംബാനിയുടെ നേതൃത്വത്തിൽ റിലയൻസ് ഗ്രൂപ്പിനെ രണ്ടായി വിഭജിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിൽ മുകേഷ് അംബാനിക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ നിയന്ത്രണവും പെട്രോ കെമിക്കൽസ്, എണ്ണ, വാതകം, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ പ്രധാന ബിസിനസ്സുകളും അദ്ദേഹത്തിന്റെ കീഴിലായി. അനിൽ അംബാനിക്കായി അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പിന്റെ ചുമതല ലഭിച്ചു. ടെലികോം, വൈദ്യുതി ഉൽപാദനം, സാമ്പത്തിക സേവനങ്ങൾ തുടങ്ങിയ ബിസിനസ്സുകളാണ് അദ്ദേഹത്തിനും ലഭിച്ചത്. വിഭജനത്തിന് ശേഷം മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസിനെ പുതിയ ഉയരത്തിലേക്ക് തന്നെ എത്തിച്ചു. ടെലികോം, റീറ്റെയിൽ, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്ക് അദ്ദേഹം തന്റെ ബിസിനസ് വളരെ വേഗം വ്യാപിപ്പിച്ചു. 2016 ആരംഭിച്ച റിലയൻസ് ജിയോ ഇന്ത്യയിലെ ടെലികോം മേഖലയിൽ വൻ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. റീറ്റെയിൽ രംഗത്തും ജിയോയുടെ വളർച്ച വളരെ വലുതാണ്. നിലവിൽ മുകേഷ് അംബാനി ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളിൽ ഒരാളാണ്. അതേസമയം അനിൽ അംബാനിക്ക് കഷ്ടകാലമായിരുന്നു. അദ്ദേഹത്തിന്റെ കമ്പനികൾക്ക് വൻ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. കടബാധ്യതകൾ വർദ്ധിച്ചതോടെ അദ്ദേഹത്തിന് തന്റെ പല ആസ്തികളും വിൽക്കേണ്ടി വന്നു. ഒരു കാലത്ത് ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന അനിൽ അംബാനി ക്രമേണ പാപ്പരായി തീരുകയും ചെയ്തു. ഇപ്പോൾ മുകേഷ് അംബാനിയുടെ മക്കളായ ആകാശ്, ഇഷ, അനന്ത് എന്നിവർ റിലയൻസിന്റെ വിവിധ ബിസിനസ്സുകൾ ഏറ്റെടുത്ത് നടത്തുന്നു. അതിൽ ആകാശ് അംബാനി ജിയോയുടെയും ഇഷ റീറ്റെയിൽ ബിസിനസിന്റെയും അനന്ത് ഊർജ്ജ മേഖലയുടെയും ചുമതല വഹിക്കുന്നു. ധീരുഭായ് അംബാനി ആരംഭിച്ച ഈ വ്യവസായ സാമ്രാജ്യം ഇപ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഒരു പ്രധാന ശക്തിയെ തന്നെ തുടരുന്നു.